അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക വറസൂലിക സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന്റെ ശത്രുവായി പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് പിശാചിനെ, ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസ്. അവനും അവൻ്റെ അനുയായികളും, സന്താന പരമ്പര, അവൻ്റെ അനുയായികൾ മനുഷ്യൻ്റെ ജന്മശത്രുക്കളാണ്, മനുഷ്യനെ ശിപ്പാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇബ്ലീസ് ഒരു താർക്കികനാണ്, തർക്കപ്രിയൻ. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇബ്ലീസ് തർക്കിക്കുന്നത് അള്ളാഹിനായിട്ടാണ്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പ് നടന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിന് അസ്മാവുകളെ പഠിപ്പിച്ചു. അല്ലമ ആദമൽ അസ്മാ കുല്ലഹ. പിന്നെ മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. മലക്കുകളുടെ കൂട്ടത്തിലാണ് അന്ന് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ് ഉള്ളത്. ഇബ്ലീസിനെ സുജൂദ് ചെയ്യാൻ മടിയായി. അങ്ങനെ അള്ളാഹുവുമായി തർക്കിച്ചു. എന്താ തർക്കം? ഖലഖ്തനീ മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ അസ്ജുദു ലിമൻ ഖലഖ്ത തീന. പടച്ചോനെ, എന്ത് വർത്താനപ്പ ഈ പറഞ്ഞത്? എന്നെ തീ കൊണ്ടും ആദമിനെ മണ്ണ് കൊണ്ടും പടച്ചതല്ലേ, മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന് തീ കൊണ്ട് പടക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുകയോ എന്ന ചോദ്യമാണ് തർക്കം. തർക്കത്തിന് ഉപയോഗപ്പെടുത്തുക ന്യായമാണ്. ന്യായം എന്ന് പറഞ്ഞത് വിവരമാണ്. ന്യായീകരിക്കാൻ കഴിയാതിരിക്കുക ആ വിവരമുള്ള ആൾക്ക്. ഒരു മനുഷ്യന്റെ ഇൽമിൽ ശൈത്താൻ കയറിയ ഓൻ താർക്കികനായി മാറുമെന്നാണ്, തർക്കിക്കുന്നവനായി മാറുമെന്നാണ്. ശരിക്കും ഇൽമ് തർക്കിക്കാനുള്ളതല്ലല്ലോ, അമൽ ചെയ്യാനുള്ളതാണല്ലോ. ഇൽമ് ദഅവത്തിനുള്ളതാണ്. ഓക്കെ, ദഅവത്ത് അമലാണല്ലോ, അല്ലാതെ തർക്കത്തിനുള്ളതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് താർക്കികൻ, ലോക ചരിത്രത്തിലെ അറിയപ്പെടുന്ന താർക്കികനാണ്, തർക്കത്തിന്റെ നേതാവാണ് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ്. എല്ലാവരായിട്ടും തർക്കിക്കും. എഞ്ചിനീയറോട് തർക്കിക്കും. ഗൗസുൽ ആദമിനോട് ഒരിക്കൽ തർക്കിച്ചത് താരീഖിലുണ്ടല്ലോ. ശിപ്പാക്കാൻ വേണ്ടി വന്നു, അങ്ങനെ പലതും പറഞ്ഞു. യാ മുഹിയുദ്ദീൻ അഹലൽതു ലക്കൽ ഹറാമ കുല്ലഹാ എന്ന് അശരീരിയായി വിളിച്ചു പറഞ്ഞു. മുഹിയുദ്ദീൻ, ഇന്നു മുതൽ നിങ്ങൾക്ക് എല്ലാ ഹറാമുകളെയും ഞാൻ ഹലാലാക്കിയിരിക്കുന്നു. ഗൗസുല്ലാദം പക്ഷേ രക്ഷപ്പെട്ടു. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ചു. ഒരു കാമയിൽ നിന്നിട്ട് ഒരു ഹത്തം തീർത്തോവർ. 1,24,000 അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുണ്ട്. അതിൽ ആർക്കെങ്കിലും ഹറാം ഹലാലാക്കി കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ആരും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ, അശരീരി ശൈത്താൻ്റെതാന്ന് മനസ്സിലായപ്പോൾ പോയി പണി നോക്കാൻ പറഞ്ഞു. വിട്ടില്ല. പിന്നെ നേരങ്ങത്തിലുള്ള വഴിക്ക് ഇങ്ങനെ വരുന്നുണ്ട് ലഅനത്തുല്ലാഹി അലൈഹി. വന്നിട്ട് പറഞ്ഞു, മുഹ്യിദ്ദീൻ ഷെയ്ഖെ, ഞങ്ങൾ ഭയങ്കര സംഭവമാണ് കാരണം. എന്ത് ചോദിച്ചു? ഞാൻ ഇത് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ സ്വീപ്പാക്കിയിട്ടുണ്ട് കേട്ടോ, ഭാഗ്യത്തിന് നിങ്ങൾ അയിലും പെട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗൗസുല്ലാദവിന് മനസ്സിലായി ഇത് അടുത്ത സ്വീപ്പാക്കലാണ്. നിങ്ങൾ അയിലും പെട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാണ്ട് മനസ്സിൽ കിബറുണ്ടാക്കുക. അപ്പോൾ വീണ്ടും ആട്ടിയെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു താർക്കികൻ, തർക്ക സ്വഭാവം എന്ന് പറഞ്ഞാൽ ആരേറ്റും വർത്താനം പറയും, ആരേറ്റും തർക്കിക്കും, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാണ്ട് വസ്വാസ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത ഈ തർക്കമാണല്ലോ യഥാർത്ഥത്തിൽ. അതാണല്ലോ പ്രധാനപ്പെട്ട പരിപാടിയായി. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസി മിനൽ ജിന്നത്തി വന്നാസ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസി മിനൽ ജിന്നത്തി വന്നാസ്. അതുകൊണ്ട് അതൊരു പൈശാചികമായ പ്രവർത്തനമാണ് തർക്കം. ഈ ഒരു വസ്തുതയുടെയും ചരിത്രത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ എന്ന ആയത്തിനെ പരിശോധിക്കേണ്ടത്. സൂറത്തുൻ നഹ്ൽ 16-ാം അധ്യായം 125-ാമത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഉദൂ ഇലാ സബീല റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസനത്തി വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. തർക്കം ആവശ്യമാണ്. തർക്കം പക്ഷം വിജയിക്കാനല്ല, ഹക്ക് വിജയിക്കാനാണ്. സത്യത്തിൽ ഇന്നത്തെ തർക്കങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ പക്ഷം വിജയിക്കുക, ഞാൻ ഏത് പക്ഷത്താണോ ആ പക്ഷം വിജയിക്കണം, ഹക്ക് വിജയിക്കണം എന്നതല്ല. പൂർവികന്മാരായ ആളുകൾ മദ്ഹബിന്റെ ഇമാമുമാർ വരെ തർക്കിച്ചിട്ടുണ്ട്.
പക്ഷെ അവരുദ്ദേശിച്ചിരുന്നത് ഹക്ക് ഏതാണോ അത് വിജയിക്കാനാണ്. അല്ലാതെ ഞാൻ പറഞ്ഞത് എൻ്റെ മുയലിന് 3 ചെവിയായിരിക്കണം എന്നതല്ല. ഇന്നത്തെ തർക്കങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പൊ തൗഹീദും ഷിർക്കും, ഉദാഹരണം, തൗഹീദും ഷിർക്കും മുവഹിദീങ്ങളും മുശ്രിക്കുകളും തമ്മിൽ ചർച്ച ചെയ്യേണ്ട വിഷയം മുവഹിദീങ്ങൾ പരസ്പരം തർക്കിക്കുന്നിടത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. രണ്ടു കൂട്ടരും മുവഹിദീങ്ങളാണ്, എന്നിട്ട് ഓല് തൗഹീദും ഷിർക്കും കാര്യത്തിൽ തർക്കിക്കുക. മുവഹിദീങ്ങളും മുശ്രിക്കുകളും തമ്മിൽ പറയേണ്ട വിഷയം മുവഹിദീങ്ങൾ പരസ്പരം തർക്കിക്കുന്നതിലേക്ക് എത്തിച്ചത് ശൈത്താൻ അല്ലെങ്കിൽ പിന്നെ ആരാണ്? അതുകൊണ്ട് പിശാച് താർക്കികനാണ്, തർക്കത്തെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് വജാദിലും ബില്ലത്തിഹിയ അഹ്സൻ, ബില്ലത്തിഹിയ അഹ്സൻ എന്ന് ഖൈദ് നൽകിയിട്ടുള്ളത്. ഇലാഹിയായ ഭാഗം ഹക്ക് ഏതാണോ അത് വിജയിക്കണമെന്ന നീയത്തോടുകൂടെയായിരിക്കണം തർക്കിക്കേണ്ടത്. 3 കാര്യങ്ങൾ. വജാദിലും ബില്ലത്തിഹിയ അഹ്സൻ എന്നുള്ളിടത്ത് ഐ ഇദാ ഉഹ്തീജ ഇലാ മുനാദറത്തിൻ, ഒരു മുനാദറയിലേക്ക്, ഒരു തർക്കത്തിലേക്കോ ഒരു സംസാരത്തിലേക്കോ ചർച്ചയിലേക്കോ ആവശ്യമായി വരുമ്പോഴാണ് അത് നിർവഹിക്കേണ്ടത്. ഫല്യകുൻ ദാലിക ബിത്വരീഖത്തില്ലത്തി ഹിയ അഹ്സൻ, അപ്പോൾ അത് ഏറ്റവും അഹ്സനായ മാർഗത്തിലായിരിക്കണം. മിനർ റിഫ്ഖി, ഒന്ന് മയത്തോടുകൂടെ ആയിരിക്കണം. വല്ലീനി, റിഫ്ഖും ലീനും ഏകദേശം ഒരർത്ഥത്തിലുള്ളതാണ്, നേരിയ അർത്ഥ വ്യത്യാസമാണുള്ളത്. പിന്നെ ഹുസ്നുൽ ഖിതാബ്, ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല തരത്തിലുള്ള ഖിതാബ്, പിന്നെ അഭിമുഖ സംഭാഷണം. പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ നമ്മൾ പറയും, അതൊന്നും തീരെ ഇല്ലാതായിട്ടുണ്ട്. പ്രതിപക്ഷ ബഹുമാനം ഒരാളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് എഴുതിയിട്ട് തൊള്ളേക്കൂടെ വരുന്നൊക്കെ പറയാനൊന്നും പറ്റൂല. ഒരാളുടെ സ്ഥാനം നമ്മൾ അയാൾക്ക് നൽകുന്ന സ്ഥാനമല്ല, അയാളുടെ അനുയായികൾ അയാൾക്ക് നൽകുന്നതാണ് അയാളുടെ സ്ഥാനം. ആ സ്ഥാനം പരിഗണിച്ചുകൊണ്ടാണ് പറയേണ്ടത്. മതപരമായ വിരോധിയാണെങ്കിലും രാഷ്ട്രീയമായ വിരോധിയാണെങ്കിലും സാമ്പത്തികമായി നമ്മളുടെ എതിരുള്ള ആളാണെങ്കിലും ബിസിനസ്സിലെതിരുള്ള ആളാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തിന് നൽകുന്ന സ്ഥാനം വകവെച്ചു കൊടുത്തുകൊണ്ടേ പറ്റുള്ളൂ. ഹുസ്നുൽ ഖിതാബ്. വദ്ദഅവതു ബിൽ ഹുജ്ജ, ലക്ഷ്യസഹിതമുള്ള വാദങ്ങളായിരിക്കണം. എന്തെങ്കിലും പറയാമെന്നല്ല, തെളിവിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. ഇതിനെങ്ങനെ 3 കാര്യങ്ങളായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് അരിഫ്ഖ് വല്ലീൻ എന്ന് പറഞ്ഞു. ഖാലിയം മിനൽ ഗില്ലത്തി വത്തശഈ വസ്സബ്ബി വശതം എന്നാണ്. ദേഷ്യം, അതുപോലെ അപകീർത്തി, വ്യാജ ആരോപണങ്ങൾ, ചീത്ത ദുഷിച്ച വർത്തമാനങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഒഴിവായിട്ടുള്ള സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത്. ഉളുപ്പില്ലാത്തവനെ, തന്തല്ലാത്തവനെ, അങ്ങനെയൊന്നും ഏത് തർക്കത്തിന്റെ പേരിലാണെങ്കിലും പറയാൻ പാടില്ല എന്നർത്ഥം. രണ്ടാമത്തത് ഇഖാമത്തുൽ ഹുജ്ജത്താണ്. തെളിവുകളെ സ്ഥാപിക്കാൻ വേണ്ടി പറ്റണം. തെളിവുകൾ അഖ്ലിയുണ്ട്, നഖ്ലിയുണ്ട്. 2 തരം തെളിവുകൾ. നഖ്ലിയായ തെളിവ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, ഹദീസിൽ പറഞ്ഞിരിക്കുന്നു, മഹാന്മാരായ അയിമ്മത്തിന്റെ രചനകളിൽ ഇങ്ങനെയുണ്ട്. അതാണ് നഖ്ലിയായ തെളിവ്. അഖ്ലിയായ തെളിവ് എന്ന് പറയുന്നത് ബുദ്ധിപരമായ സ്ഥിരീകരണമാണ്. പിന്നെ ഒട്ടകക്കാഷ്ടം ഒട്ടകത്തിൻ്റെ മേൽ അറിയിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും ഉജൂദ് അള്ളാഹുവിൻ്റെ ഉജൂദിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ദൂനൽ ഇഹാന എന്നവിടെ കൈത് കൊടുത്തിട്ടുണ്ട്, നിസ്സാരമാക്കുകയും പരിഹസിക്കുകയും ചെയ്യാതെ. 3ാമത്തെ കാര്യം നിയ്യത്തു ഹിദായത്തിന്നാസ്, ജനങ്ങൾ ഹിദായത്തിലാവണം എന്ന നീയത്തോടുകൂടെ. അപ്പോൾ 1 അരിഫ്ഖ് വല്ലീൻ, 2 ഇഖാമത്തുൽ ഹുജ്ജ, തെളിവുകൾ ഹാജരാക്കുക, 3ാമത്തെ നിയ്യത്തു ഹിദായത്തിന്നാസ്, ജനങ്ങൾ ഹിദായത്തിലാവണം എന്ന ലക്ഷ്യത്തിലായിരിക്കണം എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹിയ അഹ്സൻ എന്നതിന് ഖുർആൻ എന്ന തഫ്സീറുണ്ട്. നേരത്തെ നമ്മൾ പിന്നെ ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനന്റെ അവിടെ ഹസനത്തിന് ഖുർആൻ എന്ന് പറഞ്ഞിരുന്നു എന്നതുപോലെ വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ എന്ന അഹ്സനും ഖുർആൻ കൊണ്ടാണ് എന്ന് തഫ്സീർ നൽകപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ടത്. പൈശാചികമായ സ്വാധീനത്തിന് സാധ്യതയുള്ള ഒരു കാര്യമാണ് തർക്കം എന്ന് പറയുന്നത്. ഇസ്ലാമിലെ മുജാദല എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുനാദറ എന്ന് പറയുന്നത് അതല്ല. ഹക്ക് വിജയിക്കണമെന്ന, ഹക്ക് മനസ്സിലാവണമെന്ന ആഗ്രഹത്തോടുകൂടി ജനങ്ങളുടെ ഹിദായത്തിനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് റിഫ്ഖ് ലീനോടുകൂടി ഇഖാമത്തുൽ ഹുജ്ജത്ത് എന്ന തെളിവുകൾ നിരത്തി സൗഹൃദമായി സംസാരിക്കുന്നതിനാണ് ഇസ്ലാമിൽ ജിദാൽ, തർക്കം എന്ന് പറയുന്നത്. അതാണ് വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ സംവാദം നടത്തണം, വാദപ്രതിവാദം നടത്തണം. അതൊരു വെല്ലുവിളിയോ പക്ഷം വിജയിപ്പിക്കലോ പരിഹാസമോ ആകാതെ ഹുസ്നുൽ ഖിതാബോടുകൂടെ ആയിരിക്കണം എന്നതാണ് ആശയം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല മുനാദറകൾ നടത്താൻ, നല്ല മുജാദലകൾ നടത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.